എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചാക്കരിയാണ്. ഇത് ഞാൻ ഇന്നലെ വൈകിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് രാവിലെ അതെടുത്ത് ഇതുപോലെ ഒരു അരിപ്പപാത്രത്തിലോട്ട് വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് വെച്ച് ഞാനിന്ന് ഇച്ചിരി പുട്ടുണ്ടാക്കാൻ പോവുക കേട്ടോ. ഈ അരി വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇത് കുറേശ്ശെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണേ. നമ്മുടെ പുട്ടിൻ്റെയൊക്കെ പൊടി ഇരിക്കത്തില്ലേ, അതുപോലെ ഇച്ചിരി തരിതരിപ്പായിട്ടാണ് കേട്ടോ. പച്ചരി പോലെ ഇതിങ്ങനെ പൊടിച്ചെടുത്ത് കഴിഞ്ഞ് പിന്നെ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പുട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതുപോലെ അരി മൊത്തം നമുക്ക് പൊടിച്ചെടുക്കാവേ. ഈ മിക്സിയുടെ ജാറ് ചൂടാകാതിരിക്കാനായിട്ട് ഞാൻ ഈ അരി കുതിർക്കാനായിട്ട് വെള്ളം ഒഴിച്ച് വെക്കുന്നത് ഫ്രിഡ്ജിലാണ്. ഈ ചാക്കരി പോലെ തന്നെ കുത്തരി വെച്ച് ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പുട്ടിന് കടലക്കറി ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ കടലക്കറിക്ക് വേണ്ടിയിട്ട് കുതിർത്ത കടല കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവേ. പിന്നെ ഞാൻ എപ്പോൾ കടലക്കറി ഉണ്ടാക്കിയാലും അതിൻ്റെ അകത്തോട്ട് ഒരു ഉരുളക്കിഴങ്ങ് കൂടെ അരിഞ്ഞ് ചേർക്കാറുണ്ട്. വറുത്തരച്ചൊന്നും വെക്കാത്ത കടലക്കറി ആയതുകൊണ്ട് നമ്മൾ ഈ കടലയെല്ലാം വെന്ത് വന്ന് കഴിയുമ്പോൾ ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഈ ചാറിനൊരിച്ചിരി കൊഴുപ്പ് കിട്ടുവേ. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞിടാം, അല്ലെങ്കിൽ നന്നായിട്ട് ചതച്ച് ചേർത്താലും മതിയേ. കടലക്കറി പിന്നെ നമ്മളെല്ലാവരും വെക്കുന്ന പോലൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു സവോളയും കൂടെ അതിൻ്റെ അകത്തോട്ട് അരിഞ്ഞിട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അരിഞ്ഞെടുത്തതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പുട്ടുപൊടിക്കകത്തോട്ട് പാകത്തിനുള്ള ഉപ്പും കുറച്ച് നല്ല ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാവേ. നമുക്ക് ഈ പൊടിക്കകത്തോട്ട് കുറേശ്ശെ വെള്ളം തളിച്ച് കൊടുത്ത് നനച്ചെടുക്കാവേ. നമ്മൾ സാധാരണ പുട്ടിനൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒത്തിരി വെള്ളം കോരി ഒഴിക്കരുത്. ഒന്നാമതേ ഈ അരി നന്നായിട്ട് കുതിർന്നതുമാണ്, നമ്മൾ വറുത്തതുമല്ല. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നനച്ചെടുക്കാനേ പാടുള്ളൂ. കൂടുതൽ വെള്ളം കോരി ഒഴിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കുഴഞ്ഞ് ഒരു സിമെൻറ്റ് കുഴച്ച പരുവമായി പോവേ. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കണേ. നമുക്ക് പുട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറേശ്ശെ തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ. പിന്നെ കടലക്കറിയൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി തേങ്ങ ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ അടുപ്പിൽ ഊതുന്ന കുഴൽ വെച്ചാണ് ഈ പുട്ട് കുത്തിയിടുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട നമുക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ കുറ്റിപ്പുട്ടും നമുക്ക് ആവി വേവിക്കാൻ വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ പച്ചരി കൊണ്ടുണ്ടാക്കുന്ന പുട്ടിൻ്റെ ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതൊന്നും അല്ല കേട്ടോ. പിന്നെ കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട് അത്യാവശ്യം. ചൂടോടെ തന്നെ കഴിച്ചാൽ നല്ല സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കുവേ. വൈകുന്നേരം ആയാലും വലിയ കുഴപ്പമില്ല, എന്നാലും മറ്റേ പുട്ടിൻ്റെ അത്ര സോഫ്റ്റായിട്ട് ഇരിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാൻ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഉണ്ടാക്കി നോക്കിക്കോ കേട്ടോ.
അപ്പോഴത്തേക്കിന് നമ്മുടെ കടലയെല്ലാം നന്നായിട്ട് വെന്ത് വന്നേ. അതിൻ്റെ അകത്ത് കിടന്ന ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് ഈ തവി വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം. പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് സാധാരണ പോലെ എണ്ണ ഒഴിച്ച് കടുക് വറുത്തിട്ട് സവോള ഇട്ട് വഴറ്റി കുറച്ച് ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ ഈ കറിക്കകത്തോട്ട് ഒഴിച്ച് തിളപ്പിച്ചെടുക്കാവേ. പിന്നെ സവോള വഴറ്റുന്ന കൂടെ തക്കാളിക്കാവുണ്ട് അതുകൂടെ വഴറ്റി ചേർക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേ നമ്മുടെ കടലക്കറിയും റെഡിയായി, പുട്ടും റെഡിയായി. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.